ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? മാങ്ങ തിന്ന ഗൈസ്. ഹായ്, എന്തുവാടേ പടകവും ഇതൊക്കെ എത്തിയോ? ഹലോ, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം. അളിയാ എവിടെ? ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അളിയാ. മഴ ഉണ്ടോ അങ്ങോട്ട്? എച്ചാതി മഴ ഗൈസ്. ഹായ്. ഹായ് 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 ഹായ്. എനിക്കിത് 6 മണിക്ക് കഴിക്കേണ്ട ഒരു ഗുളികയാണ്. ഇപ്പോഴാ കുടിക്കുന്നത് 8 മണിയായപ്പോൾ. എനിക്കൊരു മാറ്റമില്ല. അടിപൊളി മഴ മോനെ. ഇവിടെയോ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. തന്നെടുത്ത് വെക്കുമോനെ. മാങ്ങ തിന്നട്ടെ. എൻ്റെ മോനിപ്പോൾ മുറിച്ചിട്ട് കൊണ്ടെത്തുന്ന. ഞാനിപ്പോൾ പുറത്ത് പോയി വന്നിട്ടേ ഉള്ളൂ. ഗുഡ് ഈവനിങ്. ആയി. അതെ, കുഴപ്പം വല്ലതുണ്ടോ? നല്ല ചാ. ബാക്കി ഉപയോഗിക്കും മോനെ. നൈമെന്താ? മനുഷ്യൻ തിന്നാനായിട്ട് ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയിട്ട് തിന്നരുത്. ഐശ്വര്യ നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നല്ല മറുപടി ഞാൻ തരാം. ഏതായാലും പെണ്ണോ ഇതാന്ന് മനസ്സിലായി. അത് നീ പോയി സ്വന്തം ഷോക്ക് അടിച്ചിട്ട് വാട്ടോ. മാങ്ങയാകുന്നു ദുവാടേ. ചേട്ടൻ ബസ്സിൽ പോയി വന്നില്ല. ബാബു കേട്ടോ, നിങ്ങളെ ഫോട്ടോ ഉണ്ട് കേട്ടോ. നിങ്ങളെ മെസ്സേജ് ഞാൻ സഹിതം വെച്ചിട്ട് വീഡിയോ ചെയ്താണ് കേട്ടോ. പിന്നെ ഭാര്യ കണ്ടുങ്ങാൻ നടമ്പുറത്തിട്ട് അടിക്കുമ്പേ വേണ്ടിയില്ലായെങ്കിലും തോന്നും കേട്ടോ.
എന്താ കഴിക്കുന്നേ? മാങ്ങയും തീർന്നു പോയി ഗൈസ്. തിന്നുമ്പോൾ ശബ്ദം കേൾക്കാതെ തിന്നണം. ചത്തില്ല ചാവുമ്പോൾ നിന്നോട് പറയാം കേട്ടോ. പേരെന്താ? ഭാർഗവി. ഹലോ അപ്പപ്പാ. സ്വന്തമായിട്ട് എനിക്ക് ഷോക്കടിക്കാൻ താല്പര്യമില്ല. നീ പോയി ആദ്യം ഷോക്കടിക്കും. ഹായ് പറയാമല്ലോ. അവിടെയൊക്കെ എങ്ങനെയാണ് മക്കളെ മഴ? ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴയാണ് പൊന്നാര മക്കളെ. ഞാൻ സുന്ദരിയായിട്ട് തോന്നുന്നത് എൻ്റെ ഫോണുള്ളത് കൊണ്ടാണ്. താങ്ക് യു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന്. എവിടെയാ സ്ഥലം? കോഴിക്കോട്. ഹസ്ബൻഡ് വരുന്നുണ്ട്. ലൈക്ക് 22. അശ്വ നൂഹ ഹായ് പറഞ്ഞു. അമ്മർക്ക് കാണാൻ ഭംഗിയുണ്ട്. താങ്ക് യു. ഹായ് ചേച്ചി. ഹായ് 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 ഹായ്. ഫുഡ് കഴിച്ചില്ല, ഫുഡൊന്നും പുറത്തുനിന്നാണ്. ഹസ് നാട്ടിലെത്തട്ടോ, എന്നിട്ട് കാണിച്ചു തന്നാൽ പോരെ. സീന ഹായ്. സുഖാണോ? അങ്കമാലിയിൽ വരുമോ? അങ്കമാലിയിൽ അമ്മാവന് പ്രധാനമന്ത്രിയാണ്. കോഴിക്കോട് എവിടെയാ? കമ്മൽ സൂപ്പർ എന്നും പറയും എല്ലാവരും. കമ്മൽ സൂപ്പർ എന്ന്. വീട് എവിടെയാ? കോഴിക്കോട്. സുഖാണോ? സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു. ലിപ്സ്റ്റിക് കിട്ടില്ലേ? ഞാൻ ലിപ്സ്റ്റിക് കിട്ടുമെന്ന് വരെ നോക്കാനാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ. കമലിത എന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ടാവും. കോഴിക്കോടാണ് ഞാൻ. ഷീന. എനിക്കുണ്ടായിരുന്നു പണ്ടൊരു ഷീന എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അരുണേട്ടൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവനിപ്പോൾ ചെയ്യുന്ന പണി എന്താണോ അത് ചെയ്തുകൊണ്ട് കിടക്കും കേട്ടോ. എവിടെയാ? ഗുരുവായൂരപ്പ ശരണം. ശരിക്കും കണ്ണൻ്റെ എന്തേത്തോ പേരെന്താണ്? ഇക്ക വരുന്നുണ്ട്. തമാശക്കാണെങ്കിലും കണ്ണൻ്റെ രാധ എന്നിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടണമെന്ന് വിചാരിച്ചതാണ്. 2 തികച്ചില്ല,
കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാമെന്ന്. പിന്നെ യൂട്യൂബിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ചിലർ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അത് നമ്മുടെ യൂട്യൂബിലെ ഫോർമാലിറ്റിക്ക് എതിരെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്ക് ഈ മാസമാണ് ഇത്ര തോനെ പൈസ കിട്ടുന്നത്. കഴിഞ്ഞ മാസമൊന്നും അത്രയൊന്നും കിട്ടിയിട്ടില്ല. ഒന്നിൻ്റെ ഉള്ളിലായിട്ടേ കിട്ടിയത്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭയങ്കര റീച്ച്. കുറേ ഞാൻ വിചാരിച്ചു സ്ക്രീൻഷോട്ട് ഇടാൻ. മേരീഡാണോ? അരുണേട്ടൻ ബാക്കി വാട്സപ്പിൽ ഇട്ടാൽ മതി. വാട്സപ്പിൽ അങ്ങി മെസ്സേജ് കാര്യമുണ്ട്. ഫേക്ക് ഐ ഡി ആയാലും ഒറിജിനൽ ഐ ഡി ആയാലും എന്നെ മാനസികമായിട്ട് തകർക്കണം എന്നുണ്ടെങ്കിൽ ഞാനും കൂടി വിചാരിക്കണം. ധൈര്യമായിട്ട് ജീവിക്കൂ. അരുൺ എന്ത് ചെയ്യുക? അരുണ് ബസ്സിലാണ്, എല്ലായിടത്തും ബ്ലോക്ക്, എങ്ങോട്ടും പോകാൻ പറ്റാത്ത ബ്ലോക്ക്. അവനിപ്പോഴേക്ക് കോഴിക്കോട് എത്തുന്ന പുള്ളേരി അങ്ങനെ എത്തിയിട്ടേ ഉള്ളൂ. ചേച്ചി ഹായ് പറയോ? ചേച്ചിപ്പുള്ളി സുഖാണോ? ഞാൻ അപ്പം മാത്രമേ തട്ടിടാറുള്ളൂ. കേസൊക്കെ എന്തായിരുന്നു എന്നോട് പറയാൻ സൗകര്യമില്ല കേട്ടോ നിസാറേ. ചേച്ചി സുഖാണോ? സുഖാണോ? അതെ സുഖാണ്. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. ഇവിടെ മഴ മാത്രമേ ഉള്ളൂ മക്കളെ. രാവിലെ തുടങ്ങിയ മുകളിലുള്ള ചെങ്ങായിനോട് പൈപ്പ് കൂട്ടാൻ പോകാൻ മറന്നുപോയിന്ന് തോന്നുന്നു. ഞാൻ കുറേ മുകളിലോട്ട് നോക്കി വിളിച്ചിരുന്നു നിറഞ്ഞു തൂക്കുന്നേന്ന്. പക്ഷേ മൂപ്പരത് കേട്ടില്ല, കിടന്നുറങ്ങാനായിരിക്കും. സബ്സ്ക്രൈബേഴ്സിലൊരു കാര്യമില്ല കേട്ടോ. എല്ലാവരുടെയും വിചാരം നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ എന്നുള്ള വെറുതെയാണ്. സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ ലൈക്കിനോ കമൻറ്റിനോ ഒരു 5 പൈസ നമുക്ക് കിട്ടൂല. എന്താ കബീർ താമരശ്ശേരി. അപ്പം നമുക്ക് ആ വ്യൂവേഴ്സിനാണ് നമുക്ക് പൈസ കിട്ടുക. നമ്മളുടെ വീഡിയോ എത്രത്തോളം വ്യൂ പോകുന്നുണ്ടോ അത്രമേൽ നമുക്ക് പൈസ കിട്ടും. അല്ലാതെ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ 10 രൂപ 8 രൂപയൊക്കെ ആയിരിക്കും കിട്ടുക. അതല്ല, ഇത് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഒരു വാല്യൂ ഇല്ല. നമുക്ക് വാല്യൂ ഉള്ളത് വാച്ചിങ് ഹവേഴ്സിനാണ്. അരുണിൻ്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ താമരശ്ശേരിയൊക്കെ പോയിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് വരിക. അരുണിൻ്റെ ബസ്സിൽ ഇപ്പം കൂടെ പോകാൻ പറ്റുമോ? ഞാൻ എന്താ അവൻ്റെ ബസ്സിലെ കിളിയോ? ചേച്ചിക്ക് സുഖമാണോ? അതെ. എത്ര വയസ്സായി? വയസ്സിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യടേ. ഞാൻ പോട്ടെ, ഇടയ്ക്ക് വരാം. പോലെ വാവാച്ചി. ഞാൻ ഷാമ്പൂ ഇടാറുണ്ട്. പക്ഷേ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാലും നവരത്ന തേക്കും. എനിക്ക് നല്ല മുടി കൊഴിച്ചിലും നെറ്റ് കയറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നവരത്ന തേച്ച് തുടങ്ങിയതിന് ശേഷം നല്ല മാറ്റമുണ്ട്. മറ്റു വീട്ടിലെവിടെ നോക്കിയാലും എൻ്റെ മുടിയായിരുന്നു. സ്ഥലം എവിടെയാണ്? എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല, കണ്ടില്ല കേട്ടോ. അതെന്താ 2500 മെസ്സേജോ? ഈ ഒരു അന്തവും കുന്തവും വിവരവും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പറയുന്ന തള്ളാന്ന് വിചാരിച്ച് കുത്തിരിക്കും. ഇവരൊക്കെ ഈ ലോക്കൽ ചെട്ടിയായരെയും മറ്റായരെയൊക്കെ പീടിയെ പോയിട്ട് ശീലമുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് ഇവർ പുറം ലോകം കണ്ട് പരിചയമല്ല. ഇവിടെ ബ്രാൻഡഡ് മാക്സിയൊക്കെ
ഒന്ന് അന്വേഷിച്ചു നോക്ക്. ബ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. നിൻ്റെ അമ്മയൊക്കെ വാങ്ങുന്നത് പോണം 200 റുപ്യക്ക് 4 കിട്ടുന്ന മാക്സി അല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള മാക്സി ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ആദ്യം ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വൈറ്റ് അങ്ങനത്തത് മാത്രമേ യൂസ് ചെയ്യാറുള്ളായിരുന്നു. കുട്ടിക്ക് യെല്ലോ കളർ വരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം എൻ്റെ അടുത്തില്ല. ബ്രാൻഡഡിന് 2000 ആകും. 2000 റുപ്യ ഞാൻ 2 തരാം. നീ ഒരു 2 നൈറ്റി വാങ്ങിക്കൊടുത്താ. അടിപൊളിയാണ് ചേച്ചി. കുട്ടികളെവിടെ? ഒരാളിവിടെ ഉണ്ട്, ഒരാൾ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലാണ്. താമരശ്ശേരി ചുരം എനിക്കടുത്തല്ല. വെറുതെ പറയാം താമരശ്ശേരി ചുരം. താമരശ്ശേരിയും ചുരവും തമ്മിൽ 28-30 കിലോമീറ്റർ മാറ്റമുണ്ട്. ബസ്സിൽ ജോലിയാണോ? ബസ്സിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിപ്പോയി. വീഡിയോസ് വൈറലാണ്. ഏത് വീഡിയോ? മൂക്കിൻ്റെ റിങ്. യൂട്യൂബ് റെമഡീനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടു നോക്കൂ. ജസ്ന സലീം ഓലക്ക. ബാക്കിയോട് ഞാൻ വായിച്ചില്ല എന്ന് വേണ്ട. നീ ചത്തില്ലേ? ഇല്ലടാ, ഞാൻ ചത്തില്ല. ഇറ്റാച്ചി ഓടിക്കാറുണ്ട്. ചിത്രം വരയ്ക്കുമോ? വരയ്ക്കാറുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ ഇന്നൊക്കെ മഴ ആയതുകൊണ്ട് ജസ്റ്റ് വരച്ച് വെച്ചു എന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല. നമ്മൾ ധൃതി കൂട്ടിയാൽ നമുക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. നമ്മുടെ കഷ്ടപ്പാട് ഒരു നിമിഷം കൊണ്ട് വെറുതെയായിപ്പോവും. അതുകൊണ്ട് ചിത്രകാരന്മാർക്ക് ആവശ്യമുള്ളൊരു സംഭവം, എനിക്ക് ഇല്ലാത്തൊരു സംഭവം അതാ ക്ഷമ എന്ന് പറയുന്നൊരു സാധനം. ഏതൊരു ചിത്രകാരനും ആദ്യം വേണ്ടത് ക്ഷമയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടുമില്ലാത്തൊരു സംഭവം എന്താ വെച്ചാൽ അത് ക്ഷമയാണ്. എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ചില വർക്കൊക്കെ ഞാനങ്ങനെ ഇടപെടിങ്ങനെ അങ്ങ് ചെയ്തോടും. പല ഫാൾട്ടും പറ്റും. പക്ഷെ ആ ഫാൾട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഫാൾട്ട് പറ്റിയിട്ട് കുറച്ചൊരു തല പുകയുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൂ സൂപ്പറാണ്. കളർ ചെയ്തതാ ബർഗണ്ടി. അപ്പം അങ്ങനെയാണ്. ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ നോക്കട്ടെ. 20 മിനിറ്റ്സ് മാത്രമേ ഞാൻ ഓൺലൈനിൽ വരാറുള്ളൂ. അപ്പോൾ അരുണ് വന്നിട്ട് ജസ്റ്റ് ഒരു ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ കയറി വന്നൊന്ന് കുളിച്ച് ആ ഡ്രസ്സും ഒന്ന് എടുത്ത് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയതല്ല കേട്ടോ. ഫിറ്റ് ചെയ്തിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ആ കളർ കോമ്പിനേഷൻ അവിടെയുള്ള പയ്യന് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടടിപ്പിച്ചതാണ്. പക്ഷേ എടുത്ത് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കുമ്പം നമ്മുടെ അടിപൊളിയാണല്ലോ എന്ന് കണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം അങ്ങനെയാണ്. ഏതായാലും മെസ്സേജ് അയച്ചവർക്കും തോന്നിയാസ് അയച്ചവർക്കും തെറി അയച്ചവർക്കും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. അതുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ടാറ്റാ, ബൈ.